നമസ്കാരം. നെഹ്റു കാശ്മീരിൽ കാണിച്ച മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിൻ്റെ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളെ പല വീക്ഷണ കോണിൽ കൂടെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോകളിലൂടെ ഒക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഹ്റു 4 പ്രാവശ്യം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹം പല പ്രശ്നങ്ങളെയും സമീപിച്ചത് ഒരു ചെറിയ കുട്ടിയുടെ അപക്വതയോടുകൂടിയായിരുന്നു. കാശ്മീർ ഇന്നും ഒരു പ്രശ്നമായി തുടരുവാനുള്ള പ്രധാന കാരണം നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. മൗണ്ട് ബാറ്റൻ്റെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും കയ്യിലെ ഒരു കളിപ്പാവയായിട്ടാണ് നെഹ്റു പലപ്പോഴും പ്രവർത്തിച്ചു പോകുന്നത്. ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് മഹാരാജ ഹരിസിംഗിനെ മാറ്റി കാശ്മീരിൻ്റെ ഭരണം പിടിച്ചെടുക്കണം, അതായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ അതിനുവേണ്ടി നെഹ്റുവിനെ വളരെ നന്നായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. 1946 മെയ്യിൽ ക്വിറ്റ് കാശ്മീർ എന്ന പേരിൽ ഷെയ്ഖ് അബ്ദുള്ള ഒരു പ്രക്ഷോഭം കാശ്മീരിൽ സംഘടിപ്പിച്ചു. ഈ ക്വിറ്റ് കാശ്മീർ പ്രക്ഷോഭം ബ്രിട്ടീഷുകാർ കാശ്മീർ വിട്ടുപോകുവാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. മഹാരാജാവ് കാശ്മീർ വിട്ടുപോകുക എന്നുള്ളതായിരുന്നു ഷെയ്ഖ് അബ്ദുള്ളയുടെ ആവശ്യം. മഹാരാജാവിൻ്റെ ഫ്യൂഡൽ ഭരണത്തിനെതിരായ സമരമായാണ് ഷെയ്ഖ് അബ്ദുള്ള ഇത് അവതരിപ്പിച്ചത്. നെഹ്റു ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായി കാശ്മീരിൽ ഉടനീളം മഹാരാജാവിനെതിരെ നിന്ദ്യമായ ഭാഷയിൽ പ്രസംഗിച്ച് നടന്ന ഷെയ്ഖ് അബ്ദുള്ളയെ നെഹ്റു പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തു. ഷെയ്ഖ് അബ്ദുള്ളയോടുള്ള നെഹ്റുവിൻ്റെ ഈ വിധേയത്വം കണ്ട മൗണ്ട് ബാറ്റൻ ഒരിക്കൽ പറഞ്ഞത്, ഈ നിലയ്ക്ക് പോയാൽ മഹാരാജാവിനെ കൊണ്ട് നെഹ്റു തൻ്റെ ഷൂ നക്കിക്കാൻ ഇടയുണ്ടെന്നാണ്. ക്വിറ്റ് കാശ്മീർ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഷെയ്ഖ് അബ്ദുള്ളയെ മഹാരാജാവ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഷെയ്ഖ് അബ്ദുള്ളയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെഹ്റു കാശ്മീർ സന്ദർശിച്ചു. കാശ്മീർ അടക്കം 548 ചെറു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഭാരതത്തിൽ അന്ന്. അവിടെയൊന്നുമുള്ള ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യണമെന്ന് നെഹ്റുവിന് തോന്നിയിട്ടില്ല. അങ്ങോട്ടൊന്നും നെഹ്റു പോയിട്ടുമില്ല. ഹൈദരാബാദിലെ നൈസാം അവിടുത്തെ ഹിന്ദുക്കളെ നല്ല രീതിയിൽ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നെഹ്റു അങ്ങോട്ടൊന്നും പോയിട്ടുമില്ല. അവിടുത്തേക്ക് ഫ്യൂഡൽ വ്യവസ്ഥിതി നെഹ്റുവിനൊരു പ്രശ്നവുമായിരുന്നില്ല. ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിൻ്റെ ഭരണ തലപ്പത്തേക്ക് വരുന്നത് നെഹ്റുവിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. നെഹ്റുവിൻ്റെ റെക്കമെൻഡേഷനിലാണ് ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാകുന്നത്. പിന്നീട് കാശ്മീരിൻ്റെ പ്രധാനമന്ത്രിയും. അന്ന് കാശ്മീരിന് പ്രത്യേകം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള മഹാരാജാവിനെ പരമാവധി അധിക്ഷേപിച്ചപ്പോഴൊക്കെ നെഹ്റു ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരിക്കൽ പോലും നെഹ്റു ഷെയ്ഖ് അബ്ദുള്ളയെ തള്ളി പറഞ്ഞിട്ടില്ല. 1947 മഹാത്മാഗാന്ധി കാശ്മീർ സന്ദർശിച്ചിരുന്നു. അന്ന് ഔദ്യോഗികമായി ഗാന്ധിജിക്ക് സ്വീകരണം ഒരുക്കേണ്ടിയിരുന്നത് മഹാരാജാവായിരുന്നു. എന്നാൽ നെഹ്റു ഷെയ്ഖ് അബ്ദുള്ള കൂട്ടുകെട്ടിൻ്റെ സ്വാധീനത്തിലായിരിക്കണം മഹാത്മാഗാന്ധി മഹാരാജാവിൻ്റെ ആതിഥ്യം സ്വീകരിക്കാതെ ഷെയ്ഖ് അബ്ദുള്ളയുടെ ആതിഥ്യം സ്വീകരിച്ചു. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രയായപ്പോൾ കാശ്മീർ ഭാരതത്തിൽ ലയിച്ചിരുന്നില്ല. അപ്പോഴേക്കും എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിരുന്നു. കാശ്മീർ ഭാരതത്തിൽ ലയിക്കുവാതിരിക്കുവാനുള്ള പ്രധാന കാരണം 1946 മുതൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടി മഹാരാജാവിനോട് കാട്ടിക്കൂട്ടിയ ഈ അവഗണനയായിരുന്നു. എന്നാൽ നെഹ്റു മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. വിഭജന കരാർ അനുസരിച്ച് ഒരു നാട്ടുരാജ്യം ഭാരതത്തിൽ ചേരണോ, പാകിസ്ഥാനിൽ ചേരണോ, അതോ സ്വതന്ത്രമായി നിൽക്കണമോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആ നാട്ടുരാജ്യത്തിൻ്റെ മഹാരാജാവിൽ നിക്ഷിപ്തമായിരുന്നു. ഇത് മനസ്സിലാക്കി ബുദ്ധിപരമായി നെഹ്റു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഓഗസ്റ്റ് 15 തന്നെ മറ്റു നാട്ടുരാജ്യങ്ങളെ പോലെ കാശ്മീരും ഭാരതത്തിൻ്റെ ഭാഗമായേനെ. കാരണം യഥാർത്ഥത്തിൽ രാജാവിന് ഭാരതത്തിൽ ലയിക്കുവാനായിരുന്നു താല്പര്യം. പക്ഷേ നെഹ്റുവിനെയോ ഗാന്ധിജിയെയോ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. നെഹ്റുവിൻ്റെ ഭാരതത്തിൽ തനിക്കോ കാശ്മീരിനോ യാതൊരു ഭാവിയും ഉണ്ടായിരിക്കില്ല എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു മഹാരാജ ഹരിസിംഗ്. മഹാരാജാവിന് പാകിസ്ഥാനിൽ ചേരുവാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ അവഗണന നേരിട്ടിട്ടും 1946 സെപ്റ്റംബറിൽ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച 1 മാസത്തിന് ശേഷം ഭാരതത്തിൽ ലയിക്കുവാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് രാജ ഹരിസിംഗ് നെഹ്റുവിന് ഒരു കത്തെഴുതി. നിർഭാഗ്യവശാൽ നെഹ്റു അത് തള്ളിക്കളഞ്ഞു. കാശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കണമെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് അധികാരം കൈമാറണം എന്ന നിബന്ധന നെഹ്റു മുന്നോട്ട് വെച്ചു. അതോടെ ചെകുത്താനും കടലിനും ഇടയിലായ മഹാരാജാവ് സ്വതന്ത്രമായി നിൽക്കുവാൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി നിൽക്കുക എന്നത് നാട്ടുരാജ്യങ്ങൾക്കുണ്ടായിരുന്ന ഒരു ലീഗൽ ഓപ്ഷനും കൂടിയായിരുന്നു. ഭാരതം സ്വതന്ത്രയാകുമ്പോൾ കാശ്മീർ ഉൾപ്പെടെ 548 നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 547 എണ്ണവും ഭാരതത്തിൽ ലയിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. കാശ്മീരിൻ്റെ ഉത്തരവാദിത്വം നെഹ്റു നേരിട്ട് ഏറ്റെടുത്തു. നെഹ്റുവിൻ്റെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ കാശ്മീരിൽ ഇന്നും നമ്മെ വേട്ടയാടുന്നു. ഭാഗ്യവശാൽ ബാക്കി 547 നാട്ടുരാജ്യങ്ങളുടെ ചുമതല നെഹ്റുവിൻ്റെ കയ്യിലായിരുന്നില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.